CK ഹരീന്ദ്രൻ MLAക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. എൻ ജോയിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്നും ജീവൻ രക്ഷിക്കാനായില്ല എന്നുമാണ് മേയർ പറഞ്ഞത്. മേയറെ ആശ്വസിപ്പിക്കുകയായിരുന്നു MLA. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ് അത് സൂചിപ്പിച്ചിരുന്നു, വൈകാരികമായി മേയർ പ്രതികരിച്ചത്. എപ്പോഴായിരുന്നു അത്? എന്തായിരുന്നു ആ പശ്ചാത്തലം? വിജയകുമാർ, അല്പം മുമ്പാണ് മോർച്ചറിക്ക് മുന്നിലാണുള്ളത്. മോർച്ചറിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ജോയിയുടെ അരമണിക്കൂറിനുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്പം മുമ്പാണ് പാറശാല MLA CK ഹരീന്ദ്രൻ ഇവിടേക്ക് എത്തിയതും. അദ്ദേഹം ജോയിയുടെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ മാതാവിനെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, അത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അപ്പോഴാണ്. അത് സർക്കാരിന് മാത്രമല്ല പൊതുസമൂഹത്തിനാകെ ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതുമാത്രമല്ല റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട്. റെയിൽവേ അടക്കം ആ വിഷയത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ സംസാരം നിർത്തുന്ന ഘട്ടത്തിലാണ് മേയർ വിങ്ങിപ്പൊട്ടുന്നത്. മേയർ പറഞ്ഞത് സാധ്യമായതെല്ലാം ചെയ്തു, എന്നിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് നിറകണ്ണുകളോടെ മേയർ MLAക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അത് ശരിയുമാണ് താനും. കാരണം ഈ സംഭവം നടന്ന ആ മണിക്കൂർ മുതൽ മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ ഡെപ്യൂട്ടി മേയർ PK രാജു, അതുപോലെ നഗരസഭയിലെ സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഈ മണിക്കൂറുകളൊക്കെ അവർ അതിന് കൂടെ ഉണ്ടായിരുന്നു. അവർ ആ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് മണിക്കൂറുകളോളം നമ്മൾ കണ്ടതാണ്. പുലർച്ചെ വൈകിയും ആ തിരച്ചിലിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവരൊക്കെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ അതാകാം മേയർ വിങ്ങിപ്പൊട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി മാറിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ്? അലക്സ് റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.